الحمد لله الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ഭയപ്പെട്ടും അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിത ഇടപാടുകളിൽ ഉടനീളം പാലിച്ചുകൊണ്ടും മാനിച്ചുകൊണ്ടും തഖ്വയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ ഇഷ്ടങ്ങൾക്ക് വിധേയമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ റൂഹ് പിരിയുന്ന നേരം വരെയും അല്ലാഹുവിന്റെ അനുസരണത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹളമയമായ ജീവിത നിരക്കുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദുനിയവിയായ ചിന്തകളിൽ നമ്മുടെ മനസ്സിനെ കൂടുതലായി വ്യാപരിപ്പിക്കേണ്ടി വരുമ്പോൾ ശരീരപ്രധാനമായ ഈ ഐഹിക ജീവിതത്തിൽ പലപ്പോഴും വിശ്വാസികൾ മറന്നുപോകുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. എന്നാൽ അത്തരം യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് വിശ്വാസി സംഘത്തെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം എന്നതാണ് അല്ലാഹുവിന്റെ നിലപാട്. പരിശുദ്ധ ഖുർആൻ നമ്മളൊരാവർത്തി കടന്നു പോകുമ്പോൾ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെയുള്ള ഖുർആനിക ആയത്തുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതും എന്നാൽ മറന്നുപോകാൻ പാടില്ലാത്തതുമായ ആ യാഥാർത്ഥ്യം അല്ലാഹു നിരന്തരമായി
ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അത്തരം ഓർമ്മപ്പെടുത്തലുകൾ തന്റെ സമൂഹത്തിന്റെ കാര്യത്തിൽ നിരന്തരം നടത്തിക്കൊണ്ടിരുന്നിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈ ഐഹിക ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ദുനിയവിയായ ജീവിതം, അതിൻ്റെ അവസാനമായി നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന മരണമാകുന്ന യാഥാർത്ഥ്യത്തെ സംബന്ധിച്ചാണ്. എല്ലാവരും അംഗീകരിക്കുന്നതും ഓരോരുത്തരും അനുഭവിക്കാനിരിക്കുന്നതുമായ മരണത്തെക്കുറിച്ച് ചില ഓർമ്മപ്പെടുത്തലുകൾ മെമ്പറുകളിൽ നിന്നും വല്ലപ്പോഴുമൊക്കെ നടക്കേണ്ടത് അനിവാര്യമാണ്. ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, പ്രവാചകരെ അവരെ ഓർമ്മിപ്പിക്കുക. ഓർമ്മപ്പെടുത്തലുകൾ സത്യവിശ്വാസികൾക്ക് പ്രയോജനപ്പെട്ടേക്കും എന്ന് പരിശുദ്ധ ഖുർആൻ. നമ്മളൊക്കെ സാധാരണഗതിയിൽ മനുഷ്യ ജീവിതത്തിന്റെ അവസാനത്തിനാണ് മരണമെന്ന് പറയാറുള്ളത്. എന്നാൽ പരിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഖുർആൻ നടത്തുന്ന പരാമർശങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ മരണത്തെ വിലയിരുത്തിയാൽ പല ഘട്ടങ്ങളിലായി കടന്നു പോകുന്ന മനുഷ്യ ജീവിതത്തിലെ ഒരു ഘട്ടത്തിന്റെ അവസാനം മാത്രമാണ് മരണം. അതല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ നിന്നും മറ്റൊരു ഘട്ടത്തിലേക്കുള്ള ഒരു യാത്രയാണ് മരണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജീവിതത്തെ പ്രധാനമായും 4 ഘട്ടങ്ങളായി നമുക്ക് തിരിക്കാം. അതിൽ ഒരു ഘട്ടം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ ഭ്രൂണാവസ്ഥയിൽ മാതാപിതാക്കളുടെ ആ സംയോജനത്തിന്റെ ഫലമായി ബീജം ഒരു മനുഷ്യ കുഞ്ഞായി പരിണമിക്കുന്നത് വരെയുള്ള, മനുഷ്യ കുഞ്ഞായി പരിണമിച്ച് ഗർഭപാത്രത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത് വരെയുള്ള ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തെ കുറിച്ച് ഖുർആൻ നമ്മോട് ചോദിക്കുന്നുണ്ട്, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറ. മനുഷ്യൻ ഒന്നുമല്ലാതിരുന്ന, ഒരു മേൽവിലാസവും നമുക്കില്ലാതിരുന്ന ഒരു ഘട്ടത്തെ കുറിച്ച് മനുഷ്യന്, അത്തരം ഒരു ഘട്ടം മനുഷ്യന് കടന്നു പോയിട്ടുണ്ടല്ലോ അല്ലേ? ഒരു പേരും കുറിയുമില്ലാതിരുന്ന, ഒരു മേൽവിലാസവും നമുക്കില്ലാതിരുന്ന ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഐഹിക ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ജീവിതത്തിന്റെ 2ാമത്തെ ഘട്ടത്തിലാണ്. ഇനി 3ാമതൊരു ഘട്ടം നമുക്ക് കടന്നു വരാനുണ്ട്. അത് ബർസഖിയായ ഘട്ടമാണ്. ഈ ഐഹിക ജീവിതം ശരീരപ്രധാനമാണെങ്കിൽ ബർസഖിയായ ജീവിതം ആത്മീയ പ്രധാനമാണ്. രാത്രിയിൽ നമ്മൾ സ്വപ്നം കാണുമ്പോൾ സംഭവിക്കുന്നത് പോലെ ശരീരം അവിടെ ഉണ്ടാവും. ആ സ്വപ്നത്തിലെ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നത് നമ്മുടെ ആത്മാവാണ്, ശരീരത്തിനൊന്നും സംഭവിക്കുന്നില്ല. ബർസഖിയായ ജീവിതത്തെ ആ ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതിനുശേഷമുള്ള യഥാർത്ഥ ജീവിതം അഥവാ പുനഃസൃഷ്ടിക്ക് ശേഷമുള്ള ആ ഖിയാമത്തിന് ശേഷം വരാനിരിക്കുന്ന ആഖിറത്ത്, പരലോക ജീവിതം, അതാണ് ശാശ്വതവും എന്നൊന്നും നിലനിൽക്കുന്നതുമായ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അഥവാ മനുഷ്യൻ ഘട്ടം ഘട്ടമായി തബക്കൻ അൻ തബക്ക് എന്ന് പറയുന്നത് ഖുർആൻ സൂറത്ത് ഇൻഷിഖാഖിൽ ഫലാ ഉഖ്സിമു ബിശ്ശഫഖ് വല്ലൈലി വമാ വസഖ് വൽ ഖമരി ഇദ തസഖ്, അസ്തമയ ശോഭയെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട്, രാവിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട്, ആ രാവ് ഈ പൂർണ്ണത എത്തുന്ന ചന്ദ്രനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്നുണ്ട്, ലതർകബുന്ന തബഖൻ അൻ തബഖ്, മനുഷ്യ നീ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടവനാണ്. ക്രമാനുഗതമായ ഓരോ അവസ്ഥ പിന്നിട്ട് മറ്റൊരു അവസ്ഥയിലേക്ക് നീ കടന്നു ചെല്ലേണ്ടവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. കാരണം പകല് അവസാനിക്കുമ്പോഴാണ് രാവ് ആരംഭിക്കുന്നത്. ദുനിയാവിൽ ഇവിടെ ഒന്നും ശാശ്വതമല്ല എന്നതിലേക്കുള്ള സൂചനമുണ്ട്. സ്ഥിരമായി ഒന്നും നിലനിൽക്കുന്നില്ല എന്നതിലേക്കൊരു സൂചന അതിലുണ്ട്.
മാറ്റങ്ങൾക്ക് വിധേയമാണ്, പരിവർത്തനങ്ങൾക്ക് വിധേയമാണ് ഓരോ സംഗതികളും എന്ന് പറയുകയാണ്. അപ്പോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണത്തെക്കുറിച്ച് ചില കാഴ്ചപ്പാടുകൾ, ചില നിലപാടുകൾ അവനുണ്ടാകണം. വിശ്വാസിക്ക് മരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത് അവിശ്വാസികളിൽ നിന്ന് തികച്ചും ഭിന്നവിരുദ്ധമായ കാഴ്ചപ്പാടായിരിക്കുകയും വേണം. മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരും എന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതിൽ വിശ്വാസികളും അവിശ്വാസികളും ഒക്കെ അതിൽ പ്രത്യേകിച്ച് ഭിന്നാഭിപ്രായക്കാരല്ല. മുഅ്മിനാണെങ്കിലും മുനാഫിക്കാണെങ്കിലും നിരീശ്വരവാദിയാണെങ്കിലും നിർമ്മലവാദിയാണെങ്കിലും ബഹുദൈവ വിശ്വാസികളാണെങ്കിലും എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന, സമ്മതിക്കുന്ന യാഥാർത്ഥ്യമാണ് ജനിച്ചാൽ ഒരിക്കൽ മരിക്കും എന്ന കാര്യം. അഥവാ മരിക്കാതിരിക്കണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, മനുഷ്യൻ ജനിക്കാതിരിക്കുക എന്നതാണ്. അതുകൊണ്ട് മരണം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തെ തെളിവുകളുടെ പിൻബലത്തിൽ സമർത്ഥിക്കേണ്ട ഒരു കാര്യവുമില്ല. മനുഷ്യൻ മരിക്കുമെന്ന് തെളിയിക്കാൻ വേണ്ടി, അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ആയത്തുകളും ഹദീസുകളും ഉദ്ധരിക്കേണ്ട ആവശ്യവുമില്ല, അല്ലേ? ഏതെങ്കിലും ഒരു മനുഷ്യന് ഭൂമിയിൽ മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വല്ല പഴുതുമുണ്ടായിരുന്നുവെങ്കിൽ അതിനെന്തുകൊണ്ടും അർഹതയുണ്ടായിരുന്നത് റഹ്മത്തുൽ ലിൽ ആലമീനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാകുമായിരുന്നു. അഥവാ ദുനിയാവ് ആർക്കെങ്കിലും ശാശ്വതമാകുമായിരുന്നുവെങ്കിൽ അതിനുള്ള ഏറ്റവും അർഹത തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാകുമായിരുന്നു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞത്, പ്രവാചകരെ ഇന്നക മയ്യിത്തും വ ഇന്നഹും മയ്യിത്തൂൻ എന്നാണ്. താങ്കളും മരിക്കും, അവരും മരണത്തിന്റെ രുചി ആസ്വദിക്കും. എല്ലാവർക്കും അലംഘനീയമായ യാഥാർത്ഥ്യമാണ് മരണം എന്ന് പറയുന്നത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് സാക്ഷ്യം വഹിച്ച മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. റസൂലുള്ളാഹി ജനിച്ചത് റബീഉൽ അവ്വൽ ഏത് ദിവസമാണ് എന്ന കാര്യത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. എന്നാൽ റസൂലുള്ളാഹി ഈ യോഗത്തോട് വിട പറഞ്ഞത് റബീഉൽ അവ്വൽ 12-നാണ് എന്നത് ഏകദേശം എല്ലാ പണ്ഡിതന്മാരും ഏകോപിച്ച അഭിപ്രായമാണ്. കാരണം അത് സ്വാഭാവികവുമാണ്. ജനനം രേഖപ്പെടുത്തപ്പെടുന്ന ഒരു കാലമല്ലല്ലോ അത്രയും കൃത്യമായി. എന്റെ പ്രായമൊക്കെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയാം, നമ്മുടെയൊക്കെ ജനന ദിവസം മിക്കവാറും സ്കൂളിൽ ചേർക്കുന്ന ദിവസം ഹെഡ് മാസ്റ്റർ പിതാവിനോട് ചോദിച്ച് രേഖപ്പെടുത്തുന്നതാണ്, അല്ലെ? അന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും ഇഷ്യൂ ചെയ്യുന്ന ഒരു കാലത്തല്ല നമ്മളിൽ ഇവിടെ ഇരിക്കുന്ന പല ആളുകളും ജനിക്കുന്നത്. അപ്പൊ മിക്കവാറും ആളുകളുടെയൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നതിലെങ്കിൽ മന്ത് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് മെയ് അല്ലെങ്കിൽ ഏപ്രിൽ ആയിരുന്നു രേഖാപ്രകാരം, രേഖകളിൽ. അതുകൊണ്ടാണ് ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഒരുപാട് ആളുകൾ കൂട്ടത്തോടു കൂടി ഗവൺമെന്റ് സർവീസുകളിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നത്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം അന്ന് അങ്ങനെ കൃത്യമായി ഡേറ്റുകൾ രേഖപ്പെടുത്തി വെക്കുന്ന ഒരു സ്വഭാവം ഒരു കാലമല്ല. അപ്പോൾ നിങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് അതൊക്കെ എത്ര കൃത്യമായി. പിന്നെ ജനിക്കാനിരിക്കുന്നത് റസൂലുള്ളയാണ് എന്ന് നേരത്തെ അറിവ് കിട്ടിയിരുന്നെങ്കിൽ അത് സാധിക്കുമായിരുന്നു. അങ്ങനെ ചില പ്രവാചകന്മാരുടെ ജന്നത്തെ കുറിച്ചൊക്കെ അല്ലാഹു സന്തോഷ വാർത്ത നൽകിയിട്ടുണ്ട്, മുൻകൂട്ടി അറിവ് നൽകിയിട്ടുണ്ട്. ഇപ്പൊ യഹ്യ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അല്ലെ, ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ, സക്കരിയ നബി അലൈഹിസ്സലാമിന് യഹ്യ അലൈഹിസ്സലാമിനെ കുറിച്ച് സന്തോഷ വാർത്ത നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമക്ക് പുത്ര ലബ്ധിയെ സംബന്ധിച്ച് അല്ലാഹു സന്തോഷ വാർത്ത നൽകിയിട്ടുണ്ട് മലക്കുകൾ മുഖേന. ഇതിപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുമ്പോ വാപ്പ ജീവിച്ചിരിക്കില്ല. ജനനത്തിന് മുമ്പ് തന്നെ പിതാവ് നഷ്ടപ്പെട്ട അനാഥ ബാല്യമായിരുന്നു പ്രവാചകന്റേത്. അപ്പൊ അത് സ്വാഭാവികമാണ്, അതത്ര അസ്വാഭാവികമല്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആർക്കെങ്കിലും ദുനിയാവ് ശാശ്വതമാകുമായിരുന്നുവെങ്കിൽ അതിനുള്ള എല്ലാ അർഹതയും റസൂലുള്ളാഹിക്കാകുമായിരുന്നു. പക്ഷേ ആ റസൂലുള്ളാഹിനോട് അല്ലാഹു പറഞ്ഞത് ഇന്നക മയ്യിത്തും വ ഇന്നഹും മയ്യിത്തൂൻ, അഥവാ ജീവനുള്ള സകലതും മരണത്തിന്റെ രുചി ആസ്വദിക്കുമെന്നത് അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിയാണ്. കുല്ലു ഷൈഇൻ ഖാലിഖുൻ ഇല്ലാ വജ്ഹ ലഹുൽ മുൽക്കു വ ലഹുൽ ഹുക്മു വ ഇലൈഹി തുർജഊൻ. എല്ലാ വസ്തുക്കളും നശിക്കാനുള്ളതാണ്, എല്ലാ വസ്തുക്കളും നശിക്കും. ആകെ നശിക്കാതെ ബാക്കിയാകുന്നത് പടച്ച റബ്ബ് മാത്രമാണ്. ഇല്ലാ വജ്ഹു ലഹുൽ ഹുക്മു വ ഇലൈഹി തുർജഊൻ. അവനാണ് എല്ലാത്തിന്റെയും വിധി പറയാനുള്ള അധികാരമുള്ളത്. വിധികർത്തൃത്വം അള്ളാഹുവിനാണ്. ഇലൈഹി തുർജഊൻ. എല്ലാത്തിന്റെയും മടക്കവും ആ പടച്ചവനിലേക്ക് തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായും ഈ സദസ്സിന് ഒരു സംശയം ഉണ്ടാവും. എല്ലാവരും അംഗീകരിക്കുന്ന,
മുഅ്മിനുകളും മുനാഫിക്കുകളും സത്യനിഷേധികളും ബഹുദൈവ വിശ്വാസികളും അതുപോലെ തന്നെ നിർമ്മതവാദികളും ഈശ്വരവാദികളും എല്ലാവരും ഒന്നടങ്കം അംഗീകരിക്കുന്ന മരണത്തെക്കുറിച്ച് എന്തിനാണ് ഇങ്ങനെ ആവർത്തിക്കുന്നത്? എന്തിനാണ് ആവർത്തിക്കുന്നത് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആൻ അത് ആവർത്തിച്ചു പറഞ്ഞതുകൊണ്ട്. വിശുദ്ധ ഖുർആനിൽ ഉടനീളം മരണത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തിനാണ് അത് ഓർമ്മിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, മരിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും ഒരു നാൾ ഈ ദുനിയാവുമായി നമ്മുടെ ശരീരം വേർപ്പെടുത്തപ്പെടുമെന്ന് തീർച്ചയുണ്ടായിട്ട് പോലും നമ്മിലൊക്കെ എത്ര പേരുടെ ജീവിതത്തെ മരണചിന്ത സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിച്ചാൽ, മരണചിന്ത കൊണ്ട് എത്രമാത്രം നമ്മുടെ ജീവിതത്തെ സംസ്കരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ആലോചിച്ചാൽ ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾ ഒട്ടും അപ്രസക്തമല്ല എന്ന് ബോധ്യപ്പെടും. എന്റെയും നിങ്ങളുടെയും ഒക്കെ ആയുസ് ഇനിയും എത്രയോ ബാക്കിയുണ്ട്, നമുക്കിനിയും ഇഷ്ടം പോലെ സമയമുണ്ട് എന്നൊക്കെയാണ് സാമാന്യമായി ഞാനും നിങ്ങളും ഒക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരണത്തെ പലപ്പോഴും നമ്മൾ മറക്കുകയോ മറക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നു. എന്നല്ല, നമ്മുടെയൊക്കെ മുമ്പിലൂടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ, മയ്യത്തുകൾ വഹിച്ചുകൊണ്ട് ആംബുലൻസുകളോ അല്ലെങ്കിൽ ആളുകളോ പോകുമ്പോ അതൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോഴും അല്ലെ, ഒരു ദിവസം എന്നെയും ഇതുപോലെ കൊണ്ടുപോകുമെന്ന ഒരു വിചാരം പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്നില്ലല്ലോ. എന്തിനധികം നമ്മൾ ഇത്രത്തോളം ചിന്തിച്ചാൽ, മയ്യത്തിന് വേണ്ടി നമ്മൾ നമസ്കരിക്കുമ്പോൾ പോലും, മരിച്ചവർക്ക് വേണ്ടി നമ്മൾ മയ്യത്ത് നമസ്കരിക്കുമ്പോൾ പോലും, ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പോലും പലപ്പോഴും നമ്മുടെ ചിന്ത ഐഹിക ജീവിതത്തെ കുറിച്ചല്ലേ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ആ ഒരു കുറഞ്ഞ സമയം പോലും മരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള ചിന്തയിൽ നമ്മുടെ മനസ്സിനെ ഉടക്കി നിർത്താൻ നമുക്ക് കഴിയാത്ത വിധം ഐഹിക ജീവിതം അത്രയും നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, നമ്മുടെ മനസ്സിനെ അത്രയും സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. അപ്പോ ഒരിക്കൽ നമ്മയും ഈ ലോകം പുറന്തള്ളുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാമെങ്കിലും നമ്മുടെ ഒരു ധാരണ, നമ്മൾ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ മരിക്കും എന്ന ഒരു ധാരണയിലാണ് നമ്മുടെയൊക്കെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ നിരന്തരമായി ഓർമ്മിപ്പിക്കുന്നത്, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, നിങ്ങൾ ധാരാളമായി സ്മരിക്കുക, അക്സിറു, നിങ്ങൾ ധാരാളമായി ഓർക്കുക, ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് യഅനി അൽ മൗത്ത്, നിങ്ങളുടെ ഐഹികമായ എല്ലാ സുഖാസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന, അതിനെല്ലാത്തിനെയും മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കുക എന്നും. നമ്മുടെ ഹൃദയങ്ങളെ തുരുമ്പ് പിടിക്കുമെന്ന ഒരു ഹദീസ് വേറെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന ഹാദിഹിൽ ഖുലൂബ് യസ്തവു കമാ തസ്തവുൽ ഹദീദ് ഇദാ അസാബഹുൽ മാൽ, വെള്ളത്തിൽ കിടക്കുന്ന ഇരുമ്പ് കുറെ വെള്ളത്തിൽ കിടക്കുമ്പോൾ വെള്ളം നിരന്തരമായ ജലസ്പർശം മൂലം തുരുമ്പ് പിടിക്കുന്നത് പോലെ മനുഷ്യ ഹൃദയങ്ങൾക്കും തുരുമ്പ് ബാധിക്കുമെന്നും, അങ്ങനെ തുരുമ്പെടുത്തു പോകാത്ത മനുഷ്യ ജീവിതം എങ്ങനെ സാധ്യമാക്കാം, മനസ്സെങ്ങനെ നേടിയെടുക്കാം എന്ന സഹാബികളുടെ ചോദ്യത്തിന് എങ്ങനെ റസൂലെ അങ്ങനെ തുരുമ്പെടുക്കാതെ മനസ്സിനെ കാത്തു സൂക്ഷിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ആ തുരുമ്പ് നീക്കം ചെയ്യാമെന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, തിലാവത്തുൽ ഖുർആൻ വകസറത്തു ദിക്റിൽ മൗത്ത്, ധാരാളമായി ഖുർആൻ പാരായണം പതിവാക്കുക, അതുപോലെ തന്നെ മരണത്തെ ധാരാളമായി സ്മരിക്കുക എന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധ ഖുർആനിൽ മരണത്തെക്കുറിച്ച് ധാരാളമായി ആവർത്തിക്കുമ്പോൾ അത് കേവലം മരിക്കുമെന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല എന്ന് നമ്മൾ അറിയണം. അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ തവണ പറഞ്ഞാൽ പോലെ, ഞാൻ പറഞ്ഞല്ലോ, ആയത്തുകളും ഹദീസുകളും ഓതിക്കൊണ്ട് നിരത്തി വെച്ചുകൊണ്ട് സ്ഥാപിക്കേണ്ട തെളിയിക്കേണ്ട ഒന്നല്ലല്ലോ മരണം. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണല്ലോ. അപ്പൊ പിന്നെ പരിശുദ്ധ ഖുർആൻ എന്തിനു വേണ്ടിയാണ് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണത്തിന്റെ രുചി ആസ്വദിക്കും, അങ്ങനെ ഓരോരുത്തർക്കും മരണം സംഭവിക്കുക തന്നെ ചെയ്യും. പല രീതിയിൽ അതിനെക്കുറിച്ചുള്ള ആയത്തുകൾ എന്തിനാണെന്ന് ചോദിച്ചാൽ, അത് മരിക്കുമെന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല, മറിച്ച് അതിനെ തുടർന്ന് മറ്റു ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. അപ്പൊ അതിനെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി പരിശുദ്ധ ഖുർആൻ മരണത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഒന്നാമതായി നമ്മെ ബോധിപ്പിക്കുന്നത് ജീവൻ നൽകിയത് അള്ളാഹുവാണ് എന്നതുപോലെ മരിപ്പിക്കാനുള്ള അധികാരവും അവന് തന്നെയാണ് എന്നതാണ് ഒന്നാമത്തെ യാഥാർത്ഥ്യം. പടച്ചവൻ ഒന്നാമതായി ബോധ്യപ്പെടുന്നത് അതാണ്. ഇതിലിപ്പോ ആർക്കാ സംശയം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മക്കയിലെ സത്യനിഷേധികൾ മരണം എന്ന് പറയുന്നത് കാലചക്രം ഇങ്ങനെ കറങ്ങുമ്പോ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്ന് വാദിച്ചിരുന്നു. ഇന്നും വാദിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ആ ഒരു വാദത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിവേരറുത്തുകൊണ്ട് പറയുകയാണ്, അല്ലെ, വമാ യുഹ്രികുനാ ഇല്ല ദഹർ,
കാലചക്രത്തിന്റെ കറക്കം മാത്രമാണ് ഞങ്ങളെ നശിപ്പിക്കുന്നത് എന്ന മുശ്രിക്കുകളുടെ വാദത്തിന്റെ അടിവേരറുത്തുകൊണ്ട്, ആ വാദത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖുലില്ലാഹു യുഹ്യീകും സുമ്മ യുമീതുകും സുമ്മ യജ്മഉകും ഇലാ യൗമിൽ ഖിയാമ. പറയുക പ്രവാചകരെ, പടച്ചവനാണ് നിങ്ങൾക്ക് ജീവൻ നൽകിയത്, അവൻ തന്നെയാണ് നിങ്ങളെ മരിപ്പിക്കുന്നതും, സുമ്മ യജ്മഉകും ഇലാ യൗമിൽ ഖിയാമ, പിന്നെ അവനിലേക്ക് തന്നെയാണ് നിങ്ങളെ പുനരുദ്ധാന നാളിൽ ഒരുമിച്ച് കൂട്ടുന്നതും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. ഇതേ സംഗതി തന്നെ പരിശുദ്ധ ഖുർആനിൽ വേറെയും പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖുൽ യുഹ്യി വ ഹുവ യുഹ്യി വ യുമീത് വ ഇലൈഹി തുർജഊൻ, സൂറത്ത് യൂനുസ്. അവനാണ് ജീവിപ്പിക്കുന്നത്, അവൻ തന്നെയാണ് മരിപ്പിക്കുന്നത്, വ ഇലൈഹി തുർജഊൻ, അവനിലേക്ക് തന്നെയാണ് പിന്നീട് മടക്കപ്പെടുന്നതും. അതുപോലെ തന്നെ ലഹു മുൽക്കു സമാവാതി വൽ അർദ് യുഹ്യി വ യുമീത്, ആകാശഭൂമികളുടെ മുഴുവനും ആധിപത്യം, ആകാശഭൂമികൾ മുഴുവനും പടച്ചവന്റേതാണ്. യുഹ്യി വ യുമീത്, അവൻ തന്നെയാണ് ജീവിപ്പിക്കുന്നതും ജനിപ്പിക്കുന്നതും അവൻ തന്നെയാണ് മരിപ്പിക്കുന്നത്. ലാ ഇലാഹ ഇല്ലാ ഹുവ യുഹ്യി വ യുമീത്, അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല, ഒരു ഇലാഹുമില്ല പടച്ചവനല്ലാതെ. യുഹ്യി വ യുമീത്, ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ അവനാണ്. അപ്പൊ പ്രിയമുള്ള, പരിശുദ്ധ ഖുർആനിൽ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ പടച്ചവന്റെ ഈ രണ്ട് സംഗതികൾക്കുമുള്ള, അഥവാ ജനന മരണങ്ങൾക്കുള്ള അധികാരങ്ങൾ പടച്ചവനിലേക്ക് ചേർത്ത് പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും ചുരുങ്ങിയത് 12 ആയത്തുകളിലെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കും. 12 ആയത്തുകളിലെങ്കിലും. അപ്പൊ ഇത് സത്യനിഷേധികളുടെ ഒരു വാദത്തെ ഖണ്ഡിച്ചതാണെങ്കിലും ഒരൽപ്പം ഉൾക്കാഴ്ചയോടുകൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇതിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതിലെന്താ? അതിലൊന്ന്, ജീവൻ നൽകിയത് അവനാണെന്നത് കൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഇഷ്ടത്തിന് അവസാനിപ്പിക്കാൻ അധികാരമില്ല എന്നുള്ളതാണ്. ആത്മഹത്യ അനുവദിച്ചിട്ടില്ല ഇസ്ലാമിൽ. വമൻ ഖതല നഫ്സഹു ഫഹുവ ഫിന്നാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും സ്വന്തത്തെ വധിക്കുന്നുണ്ടെങ്കിൽ അവൻ എത്തിച്ചേരാനിരിക്കുന്നത് നരകത്തിലേക്കാണ്. ഫഹുവ ഫിന്നാർ ഫലാ തഖ്തുലു അൻഫുസകും എന്ന് ഖുർആൻ മറ്റൊരിടത്ത്, നിങ്ങൾ നിങ്ങളെ തന്നെ വധിക്കരുത്, നിങ്ങൾ നിങ്ങളെ തന്നെ വധിക്കരുത്. സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ പൂവണിയാതിരിക്കുമ്പോ, കാര്യങ്ങൾ നമ്മുടെ കണക്ക് കൂട്ടലുകൾക്കനുസരിച്ച് നടക്കാതിരിക്കുമ്പോ ആത്മഹത്യയിൽ അഭയം തേടാമെന്നത് ചില മനുഷ്യരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന ധാരണയാണ്. പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് അനുവദിക്കപ്പെട്ട സംഗതിയല്ല എന്ന് വിശുദ്ധ ഖുർആൻ അടിവരയിടുകയാണ്. ജനന മരണങ്ങളുടെ ഉടമസ്ഥതയും അതിനുള്ള അധികാരവും പടച്ചവനുള്ളതാണെങ്കിൽ, അല്ലെ, ഹുവ യുഹ്യി വ യുമീത്, ജീവിപ്പിക്കുകയും ജനിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുക. ജനമൃതികൾക്കുള്ള അധികാരം പടച്ചറപ്പിനാണെങ്കിൽ ആ ജനന മരണങ്ങൾക്കിടയിലുള്ള ജീവിതം, അല്ലെ, ജനന മരണങ്ങൾക്കിടയിലുള്ള ജീവിതം, അതിന്റെ അധികാരവും അതും പടച്ചവന് വകവെച്ചു കൊടുക്കാൻ കഴിയണം എന്നുള്ളതാണ് രണ്ടാമത്തെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. മരണത്തെക്കുറിച്ച് നിരന്തരമായി ഓർമ്മിപ്പിക്കുമ്പോൾ ജനന മരണങ്ങൾക്കുള്ള പടച്ചവന്റെ അധികാരത്തെ അള്ളാഹു അടിവരയിടുമ്പോ അതിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം, ഈ ജനനത്തിന്റെയും മരണത്തിന്റെയും അധികാരം പടച്ചവനുള്ളതാണെങ്കിൽ, നിങ്ങൾക്ക് ജനനവും മരണവും നിശ്ചയിക്കുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണെങ്കിൽ ആ ജനന മരണങ്ങൾക്കിടയിലുള്ള ജീവിതവും ആ റബ്ബിന്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണം എന്നുള്ളതാണ്. അഥവാ ജീവിതത്തിന്റെ ഉടമസ്ഥയും ആ പടച്ച റബ്ബിന് വകവെച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെ കൽപ്പനക്കനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതത്തിന്റെ ഉടമകളായി വിശ്വാസികൾ മാറണം. നമ്മൾ എല്ലാ ദിവസവും 5 നേരം വളരെ വിനീതമായി പടച്ചവന്റെ മുമ്പിൽ വധുവിന്റെ വിശുദ്ധിയോടുകൂടി കൈകെട്ടി നിന്നുകൊണ്ട്, അല്ലെ, 5 നേരം അള്ളാഹുവിന്റെ മുമ്പിൽ യാഥാർത്ഥ്യം സംബന്ധിച്ച് പറയുന്നുണ്ട്. പടച്ചവനെ, ഇന്ന സ്വലാത്തി വ നുസുകി വ മഹിയായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലെ, എന്റെ ജീവിതവും എന്റെ മരണവും ഒക്കെ നിനക്കുള്ളതാണ് നാഥ. എന്റെ ആരാധനകളും എന്റെ ബലികളും എന്റെ നമസ്കാരവും മറ്റെല്ലാ ആരാധനാ കർമ്മങ്ങളും എന്റെ ജീവിതവും എന്റെ മരണവും പടച്ചവനെ നിനക്കുള്ളതാണ്. ഈ ഒരു പ്രഖ്യാപനം റബ്ബിന്റെ മുമ്പിൽ നമ്മൾ തന്നെ പതിവായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രഖ്യാപനം ശരിക്കും മുറക്കും ഉൾക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഉരുവിടുന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം പിന്നെ ആർക്കും പകുത്തു കൊടുക്കാൻ നമുക്ക് കഴിയില്ല. മനുഷ്യനിർമ്മിത വ്യവസ്ഥകൾ സ്ഥാപിക്കുവാൻ വേണ്ടി, ഭൗതികമായ നിയമങ്ങളുടെ സംസ്ഥാപനത്തിന് വേണ്ടി പണിയെടുക്കാനോ അത് നിലനിർത്താനോ വേണ്ടി പ്രവർത്തിക്കാനോ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് സാധ്യമാവുകയില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ പടച്ചവൻ എന്ന് പറയുന്നത് പള്ളിക്കുള്ളിലെ ഒരു പടച്ചവൻ മാത്രമല്ല, പള്ളിക്ക് പുറത്തും പാർലമെന്റിനകത്തുമൊക്കെയുള്ള പടച്ചവനാണ്. ആ പടച്ചവന്റെ വിധിവിലക്കുകൾ എന്ന് പറയുന്നത് ജീവിതത്തിലെ സ്വകാര്യ ഇടപാടുകളിൽ മാത്രം പാലിക്കേണ്ടതല്ല, മറിച്ച് സ്വകാര്യവും പരസ്യവും രഹസ്യവുമായ ജീവിതത്തിൽ
വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും പാലിക്കേണ്ട നിയമങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്നത്. അലാ വഹുവ ഫിസ് സമാഇ ഇലാഹുൻ വഫിൽ അർളി ഇലാഹ്. ആകാശലോകത്ത് ഏതൊരു പടച്ചവനാണോ ഇലാഹായിട്ടുള്ളവൻ, ആ റബ്ബ് തന്നെയാണ് ഭൂമിയിലും നമ്മുടെ ഇലാഹായി തീരേണ്ടത്. അഥവാ പാടത്തും പറമ്പിലും അടുക്കളയിലും അങ്ങാടിയിലും ഒക്കെ ഇടപെടുന്ന ഒരു റബ്ബിനെയാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ജീവിതത്തിലെ സകല ഇടപാടുകളും പടച്ചവന്റെ നിർദ്ദേശത്തിനും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനും അനുസരിച്ച് ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അഥവാ ജനന മരണങ്ങൾക്കിടയിലുള്ള ജീവിതത്തിലും ആ പടച്ചവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത ജീവിതത്തിന്റെ ഉടമകളായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. രണ്ടാമതായി മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ അള്ളാഹു പഠിപ്പിക്കുന്ന സംഗതി ഈ ഐഹിക ജീവിതത്തിന്റെ ക്ഷണികതയാണ്. മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ആയത്തുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, അത് മരിക്കുമെന്ന കാര്യം ഓർമ്മിപ്പിക്കുക മാത്രമല്ല, ദുനിയാവിന്റെ ക്ഷണികതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ്. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മത്താഉൽ ഗുറൂർ. ഈ ഐഹിക ജീവിതം എന്ന് പറയുന്നത് വളരെ ക്ഷണികമാണ്. ഫമാ മത്താഉൽ ഹയാത്തി ദുനിയ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ. ഈ ഐഹിക ജീവിതം എന്ന് പറയുന്നത് ആഖിറത്തിലെ ജീവിതത്തെ അപേക്ഷിച്ച് വളരെ നിസ്സാരമാണ്, വളരെ തുച്ഛമാണ്. അഥവാ ദുനിയാവിലെ ക്ഷണികമായ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിതം തുലക്കുകയും ഭൗതികമായ സുഖ സൗകര്യങ്ങളിൽ മാത്രം കണ്ണുവെക്കുകയും ചെയ്യുന്ന വിഡ്ഢിത്തപരമായ നിലപാട് മനുഷ്യൻ സ്വീകരിക്കാൻ പാടില്ല. അത് ഈ വിഭവങ്ങളും സുഖ സൗകര്യങ്ങളും ഒക്കെ ഏത് നിമിഷവും നമുക്ക് അന്യമാകാനുള്ളതാണ്. ഏത് നിമിഷവും നമുക്ക് അന്യമാകാനുള്ളതാണ്. ഏത് നിമിഷവും നമുക്ക് അന്യമായി തീരുന്ന, അല്ലെങ്കിൽ ഏത് നിമിഷവും നമ്മെ പിടികൂടാനിരിക്കുന്ന മരണത്തോടു കൂടി എന്തിനു വേണ്ടിയാണോ നമ്മൾ ജീവിതം തുലക്കുന്നത് അതിൽ നിന്നൊക്കെയും നമ്മൾ വേർപ്പെടുത്തപ്പെടുകയാണ്. അതൊക്കെ നമ്മിൽ നിന്ന് നഷ്ടപ്പെടാൻ പോവുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ പണിപ്പെട്ടുണ്ടാക്കിയ നമ്മുടെ സമ്പത്തിനോ സമൂഹത്തിൽ നമ്മൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത പദവികൾക്കോ നമ്മൾ നേടിയെടുത്ത സ്ഥാനമാനങ്ങൾക്കോ നമ്മൾ കെട്ടിപ്പൊക്കിയ വലിയ സാമ്രാജ്യങ്ങൾക്കോ അതല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്കോ നമ്മുടെ മക്കൾക്കോ നമ്മുടെ ഇണകൾക്കോ ഒന്നും മരണമാകുന്ന യാഥാർത്ഥ്യത്തിൽ നമ്മൾ തടയാൻ കഴിയില്ലല്ലോ. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ എവിടെയായാലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. അത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, വളരെ സുഭദ്രമായ വളരെ കെട്ടുറപ്പുള്ള കോട്ടകൾക്കുള്ളിലായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ. അഥവാ ക്ഷണിക ജീവിതത്തിലെ ഈ ഐഹിക യാത്രയിൽ എവിടെ വെച്ചാണ് മരണമെന്ന യാഥാർത്ഥ്യം, മരണമെന്ന അലങ്കരീയമായ വിധി, ആ വിധിക്ക് നമ്മൾ കീഴടങ്ങേണ്ടി വരിക എന്നത് ഒരാൾക്കും അറിയാത്ത യാഥാർത്ഥ്യമാണ്. വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. അതിനെക്കുറിച്ചുള്ള സൂക്ഷ്മമായ അറിവ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. നാളെ എന്ത് നേടുമെന്ന് ആർക്കും അറിയില്ല. ഒരാൾക്കും അറിയില്ല. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. ഭൂമിയിൽ എവിടെ വെച്ചാണ് തന്റെ മരണം സംഭവിക്കുക എന്നും ഒരാൾക്കും അറിയില്ല. അല്ലെ, അപ്രതീക്ഷിതമായ സ്ഥലത്ത് വെച്ചൊക്കെ, അല്ലെ, അഭിചാരിതമായ ചില സ്ഥലത്ത് വെച്ചൊക്കെ മരണം പിടികൂടുന്ന ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. പാവം മരിക്കാൻ വേണ്ടി അവിടെ പോയതാണ്. അല്ലെ, ചില ആളുകളൊക്കെ ഗൾഫിലെത്തിയ അന്ന് തന്നെ മരണം സംഭവിക്കുന്ന, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൂരയാത്ര ചെയ്ത് പ്രത്യേക സ്ഥലത്തെത്തി അവിടെ വെച്ച് മരണപ്പെടുന്ന ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ സാമാന്യമായി പറയാറുണ്ട്. പാവം മരിക്കാൻ വേണ്ടി അവിടെ പോയതാ തോന്നുന്നു. യഥാർത്ഥത്തിൽ അതാണോ? യഥാർത്ഥത്തിൽ അങ്ങനെയല്ലല്ലോ. യഥാർത്ഥത്തിൽ അള്ളാഹു അവിടെ നിശ്ചയിച്ച സമയത്ത് പടച്ചവൻ ഒരാളുടെ ആത്മാവിനെ പിടിക്കാൻ മലക്കുകൾക്ക് എവിടെ വെച്ച് ഒരാളുടെ റൂഹിനെ പിടിക്കണമെന്നാണോ മലക്കുകൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്, ആ സ്ഥലത്ത് ആ നിശ്ചയിച്ച സമയത്ത് അവിടെ എത്തിച്ചേരുമെന്നുള്ളതാണ്. സൂറത്ത് ആൽ ഇംറാൻ 186 ആയത്തിൽ അല്ലാഹു പറയാണ്, പറയുക പ്രവാചകരെ, നിങ്ങൾ നിങ്ങളുടെ വീടുകൾക്കുള്ളിലാണെങ്കിലും നിങ്ങൾക്ക് മരണം വിധിക്കപ്പെട്ട സമയത്ത് ആ മരണം വിധിക്കപ്പെട്ട സ്ഥലത്തേക്ക് അവർ എത്തിച്ചേരുക തന്നെ ചെയ്യും, പുറപ്പെട്ടു വരിക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആനിന്റെ ഈ വിധിയുടെ പുലർച്ച നിത്യജീവിതത്തിൽ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, നല്ല സകലവിധ സൗകര്യങ്ങളുമുള്ള ആശുപത്രിയിൽ രോഗികളെ പരിശോധിച്ചു കൊണ്ടിരിക്കെ യൗവനം നശിച്ചിട്ടില്ലാത്ത ഡോക്ടർ കുഴഞ്ഞു വീണ് മരിക്കുന്നത്, മാരകമായ ഹൃദയാഘാതത്തെ തുടർന്ന് അപകടം നിറഞ്ഞ ശസ്ത്രക്രിയയൊക്കെ വിജയകരമായി പൂർത്തിയായതിനു ശേഷം മറ്റൊരു ഡോക്ടർ വാഹനം തട്ടി മരിക്കുന്നത്,
പ്രതിക്ക് വധശിക്ഷ വിധിച്ച ജഡ്ജി പ്രതിക്ക് മുമ്പേ മരണം വരിക്കുന്നത്. ഗൾഫിൽ നിന്നും പിതാവിന്റെ രോഗവിവരം അറിഞ്ഞ്, പിതാവിന്റെ രോഗം മൂർച്ഛിച്ചതറിഞ്ഞ് ഗൾഫിൽ നിന്നും പിതാവിനെ കാണാൻ വേണ്ടി വരുന്ന മകൻ പിതാവിനേക്കാൾ മുമ്പ് ഇഹലോകത്ത് വിട പറയുന്നത്. ഇങ്ങനെ ഒരുപാട് മരണങ്ങൾ, അവിചാരിതവും അപ്രതീക്ഷിതവുമെന്ന് നമ്മൾ കരുതുന്ന ഒരുപാട് മരണങ്ങൾ, നമ്മുടെ പച്ചയായ സംഭവങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ നമ്മുടെയൊക്കെ അറിവിലും നമ്മുടെയൊക്കെ അനുഭവത്തിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ തടുത്തു നിർത്താനോ അതല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാനോ ആർക്കെങ്കിലും മുൻകൂട്ടി പ്രവചിക്കാനോ സാധിക്കാത്ത മരണം അതിന്റെ സമയമെത്തിയാൽ പിന്നെ ഒരു നിമിഷം പോലും പിന്തിക്കുകയില്ല എന്നാണ്. ഒരു നിമിഷം അങ്ങോട്ട് മുന്തുകയില്ല, ഒരു നിമിഷം ഇങ്ങോട്ട് പിന്തുകയുമില്ല. കാരണം എന്തുകൊണ്ടാ? പടച്ചവന്റെ കൽപ്പനകൾ അക്ഷരം പ്രതി അനുസരിക്കുന്ന മലക്കുകളെയാണ് അള്ളാഹു ആ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ഏതെങ്കിലും മനുഷ്യരാണെങ്കിൽ നമുക്ക് സ്വാധീനിക്കാമായിരുന്നു, ഭരണത്തിൽ ഉയർന്ന ആ പദവിയൊക്കെ വെച്ചുകൊണ്ട് സ്വാധീനിക്കാൻ കഴിയുമെന്ന്. പക്ഷേ ഒരാൾക്ക് മരണം എത്തിക്കഴിഞ്ഞാൽ, മരണത്തിന്റെ അജലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ദൂതന്മാർ അവരെ മരിപ്പിക്കും. ഒരു വീഴ്ചയും അവരത് വരുത്തുകയില്ല. കാരണം അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ അത്തരം ഒരു പ്രകൃതത്തിലാണ്, അല്ലെ? മലക്കുകളുടെ സൃഷ്ടിപ്പ് പടച്ചവനെ ധിക്കരിക്കാൻ കഴിയാത്ത പ്രകൃതത്തിലാണ്. അപ്പോ മരണചിന്ത, മരണത്തെക്കുറിച്ച് നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകൾ. പ്രിയമുള്ളവരെ, ഒന്നാമതായി നമ്മെ ബോധ്യപ്പെടുത്തേണ്ടത് ജനനമൃതികളുടെ അധികാരം പടച്ചവനാണെങ്കിൽ ആ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ആ ജീവിതത്തിന്റെ അധികാരവും പടച്ചവനാകും. ആ ജീവിതം പടച്ചവന് വിട്ടുകൊടുത്ത് അവന്റെ തൃപ്തിക്ക് വിധേയമായി അവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത അവസ്ഥയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. രണ്ടാമതേത് ഓർമ്മിപ്പിച്ചത് ഐഹിക ജീവിതത്തിന്റെ ക്ഷണികതയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. പാരത്രിക ജീവിതത്തെ അപേക്ഷിച്ച് ദുനിയാവിലെ ജീവിതം വളരെ ക്ഷണികമാണ്, നിസ്സാരമാണ്, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം. ഇൻഷാ അല്ലാഹ് മറ്റു ചില ഓർമ്മപ്പെടുത്തലുകൾ കൂടി ഇതിനെ തുടർന്ന് സൂചിപ്പിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും.